ഹായ് ഗായ്സ്, ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് എങ്ങനെ ചായ ഉണ്ടാക്കാം. അതിനുള്ള ഒരു പാത്രം വേണം. അതിങ്ങനെ സ്റ്റവിൻ്റെ മുകളിൽ വയ്ക്കുക. എന്നിട്ട് വെള്ളം. അളവൊന്നും എനിക്കറിയില്ല, അളവൊക്കെ തെറ്റും, പക്ഷെ സാരില്ല. ആക്സിഡൻറ്റ് സിറ്റുവേഷനിൽ ഗ്യാസ് നമ്മൾ കത്തിച്ചു. പഞ്ചസാര എഗെയിൻ അളവറിയില്ല, ചിലപ്പോൾ കൂടും ചിലപ്പോൾ കുറയും, സാരില്ല, പോട്ടെ, അഡ്ജസ്റ്റ് ചെയ്യണം. ചായപ്പൊടി തൽക്കാലത്തേക്ക് ഞാൻ ഇത്രയാണ് ഇടുന്നത്. ഇതും കൂടാം കുറയാം, പക്ഷെ കുറവാം, കുറച്ചും കൂടി ഇടാം. ഇനി വി വിൽ വെയിറ്റ് ഫോർ ഇറ്റ് ടു തിളയ്ക്കാൻ. ഞാൻ ഹൈ ഫ്ലെയിമിലാണ് വെച്ചേക്കുന്നത്, അതൊന്നും കുറയ്ക്കാറില്ല. പോസ് ചെയ്യും. ഇപ്പോൾ വെള്ളം നല്ലോണം വെട്ടി തിളയ്ക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ പാലൊഴിക്കണം. പാല് ഞാൻ പാല് പാല് പക്ഷേ താഴെ വീഴാൻ നല്ല ചാൻസ് ഉണ്ട്. ഇതന്നെ കിട്ടും. പാല് ഒഴിച്ചു. നമ്മളൊന്ന് നോക്കുക, ഈ ക്വാണ്ടിറ്റി നമുക്ക് മതിയാകുമോ. എന്നിട്ട് എനിക്ക് ഈ ക്വാണ്ടിറ്റി മതിയാവില്ല, അപ്പോൾ ഞാൻ വീണ്ടും കുറച്ച് പാൽ ഒഴിക്കും. എന്നിട്ട് പാല് വേണ്ടെങ്കിൽ വെള്ളം ഒഴിച്ചാൽ മതി, ഇറ്റ്സ് ഫൈൻ. ഇനി ഈ ഒരു സ്റ്റേജിൽ ചായയുടെ കളർ കുറച്ച് ലൈറ്റാണ്. ഞാൻ കാണിച്ചു തരാം, കാണൂ ആവൂ, പക്ഷെ പേടിക്കണ്ട. തിളച്ച് വരുമ്പോൾ അതെന്താവും, തിളച്ച് വരുമ്പോൾ കളറ് നല്ലോണം വരും. അപ്പോൾ പാലിങ്ങനെ ഫസ്റ്റ് തിളച്ചിങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നത്, സൗണ്ട് കേൾക്കുമെന്ന് അറിയില്ല. മുകളിലൊരെത്തി ഞാൻ നൈസായിട്ട് കുറയ്ക്കും. എന്നിട്ട് ഞാൻ എന്തെന്ന് വെച്ചാൽ, ഞാൻ ഇപ്പോൾ എഴുന്നേറ്റിട്ടുള്ളൂ, ഞാനിതിനെ ലോ ഫ്ലെയിമിൽ വെച്ച് പല്ലേക്കാൻ പോകും. അത്രയും നേരം ഇത് ലോ ഫ്ലെയിമിൽ കിടന്ന് ഇങ്ങനെ ചെറിയ ചെറിയ തള വന്ന് കുറേശ്ശെ കുറുകും തോന്നുന്നു, പക്ഷെ നല്ല ടേസ്റ്റാണ്. എനിക്ക് വേറെ വഴിയില്ലാണ്ട് ഒരിക്കലും ഉണ്ടാക്കിയതാണ്, പക്ഷെ എനിക്ക് ഇഷ്ടമായി. ഇപ്പം ഞാൻ എന്നും അങ്ങനെ ഉണ്ടാക്കാറ്. അപ്പം ഞാൻ പല്ലിച്ചിട്ട് തരാം. ഒരു ഇമ്പോർട്ടൻ്റ് കാര്യം പറയാൻ മറന്നുപോയതുകൊണ്ട് തിരിച്ചു വന്നതാണ്. അതായത് ഇപ്പോൾ ഫസ്റ്റ് പാലിന് തിളച്ചു വന്നു തോന്നില്ലേ, ആ സമയത്ത് ചായയുടെ കളർ കുറവാന്ന് തോന്നിയാൽ ആ നേരത്ത് കുറച്ച് ചായപ്പൊടി ഇട്ടാൽ മതി. പിന്നെ എല്ലാം കടുപ്പം ശരിയായിക്കോളും. പിന്നെ കടുപ്പം മനസ്സിലാവലൊക്കെ കുറേ എക്സ്പീരിയൻസാണ്, എനിക്കിപ്പോഴും അറിയില്ല. അപ്പോൾ ഹൈ ഗൈസ്, എൻ്റെ പല്ലേക്കുന്ന വ്യൂ ഒക്കെ നിങ്ങൾ കണ്ടല്ലോ. അപ്പോൾ ചായ ഇങ്ങനെ കുറേ നേരം ഇങ്ങനെ ചെറിയ തളയിട്ട് ഞാൻ തിളച്ച് ഇങ്ങനെ ഇരിക്കുക കണ്ടു. ഇങ്ങനെ അതിൽ നിന്ന് ഇങ്ങനെ ആക്കി കൊടുക്കണം. ഓക്കെ, എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യും, ഇതാണ് എൻ്റെ ചായക്കപ്പ്. ഇതിനകത്തേക്ക് നമ്മൾ ചായനെ ട്രാൻസ്ഫർ ചെയ്യുന്നു. വെരി ഇമ്പോർട്ടൻ്റ് ആണ് ഗ്യാസ് ഓഫ് ചെയ്യാൻ മാർക്കരുത്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ക്വാണ്ടിറ്റി കൂടാം കുറയാം. എൻ്റെ ക്വാണ്ടിറ്റി കുറവാണ്, ഒന്നുമില്ല, 1/4 ഭാഗമുള്ളൂ. ബട്ട് ദാറ്റ്സ് ഫൈൻ, കുഴപ്പമില്ല. ബൈ ബൈ.